പൊതുവെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിജയം നോക്കുന്ന അല്ലെങ്കിൽ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടിയായി BJP മാറി എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നൊരു കാര്യം. നേരത്തെയൊക്കെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP വെറുതെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വിജയപ്രതീക്ഷയുണ്ട് എന്നുള്ള ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന എന്ന ഘട്ടത്തിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ എന്തു പറയുന്നു അതിനകത്ത്? ഇല്ല, അത് പാലക്കാട് ആയതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നത്. ചേലക്കരയിൽ അങ്ങനെ ഉണ്ടായില്ല, ഇല്ല, വയനാട്ടിൽ ഒട്ടും ഉണ്ടായില്ല. അപ്പോൾ പാലക്കാടായതുകൊണ്ട് BJPക്ക് വിജയപ്രതീക്ഷ വന്നു, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതൊരു BJPയുടെ സ്റ്റാറ്റസിലൊരു വർധനയാണ് എന്ന് പറയാൻ വയ്യ. പാലക്കാടായതുകൊണ്ട് അങ്ങനെ പെരുമാറി. ചേലക്കരയായിരുന്നു എങ്കിൽ ഇല്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇല്ല എന്ന് വയ്ക്കുക, ഷാഫി തന്നെ MLA ആയിട്ട് തുടരുന്നു എന്ന് വയ്ക്കുക. ചേലക്കരയിൽ മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പെങ്കിൽ BJPക്ക് വിജയപ്രതീക്ഷ ഉണ്ടാവില്ല. മാത്രമല്ല, ചേലക്കരയിൽ വോട്ട് കൂടിയതിനെ ചൊല്ലി BJP ആഹ്ലാദവും മുഴക്കുകയും ചെയ്യും. അന്ന് സുരേന്ദ്രൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാകും. തോറ്റപ്പോൾ പലർക്കും കുറ്റം പറയാം. ജയിക്കുകയോ വോട്ട് കൂടുകയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചിത്രം മാറുന്നു. അതൊരു ശരിയായ റീഡിംഗ് അല്ല, പക്ഷേ ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നും. തോൽവി എനിക്കും വായിജത്തിനും മാറി നിന്ന് അഭിപ്രായം പറയാൻ എളുപ്പമാണ്. ഇതിൻ്റെ നടുക്ക് നിന്ന് പ്രവർത്തിച്ച ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. നമ്മൾ രണ്ടുപേരും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് അവസാനം തോറ്റുപോയി. തോറ്റു പോകുമ്പോൾ എനിക്ക് ദേഷ്യം വരും. വായിജത്തിനോട് ഞാൻ പറയും, ഇനി മേലാൽ വായിജത്ത് ഒരക്ഷരം മിണ്ടരുത്, ഒന്നും പറയണ്ട, എനിക്കറിയാം ആ സമയത്ത് കണ്ടില്ല അവിടെ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് തട്ടിക്കയറും. വായിജത്ത് തിരിച്ചും തട്ടിക്കയറും. കാരണം നമ്മൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചവരാണ്. സ്റ്റിൽ വി വെയർ നോട്ട് സക്സസ്ഫുൾ. ദെയർഫോർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. അത് ഒരു 1, 2, 3 ദിവസം ഇയാളുടെ ഇനി മിണ്ടുകയില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടൊക്കെ പോകും. 4 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ, കാരണം നമ്മളല്ലേ ഉള്ളൂ പ്രവർത്തിക്കാൻ. അപ്പം അത് വലിയ കാര്യമൊന്നുമല്ല. അങ്ങനെ ഞാനിത് കേട്ടു രാവിലെ മുതൽ. ശിവരാജൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, കൗൺസിലർ അങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മറ്റേ ആളിനോട് പോയി ചോദിക്കുക. എന്നാൽ ഇയാൾ പറയണ്ടേ, അയാൾ പറഞ്ഞ ആ ബൈറ്റൊന്ന് കേൾപ്പിച്ചേ തന്നെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയില്ല. കാരണം ഈ ചൂടിലിങ്ങനെ നിൽക്കുക. അപ്പോൾ അയാളങ്ങനെ പറഞ്ഞു, പോയി പണി നോക്കാൻ പറ, നീ ആൾ പറഞ്ഞു പോകും അപ്പോഴത്തെ. അപ്പം ഇങ്ങനെ ഈ അന്യോന്യം വഴക്കിടിപ്പിക്കുക, ഇതൊക്കെ മാധ്യമങ്ങളുടെ അവരുടെ ജോലിയിൽപ്പെട്ടതാണ്. അതിൽ സമർത്ഥന്മാരുമാണ് ഈ മാധ്യമങ്ങൾ. അങ്ങനെയാണ് ഈ സുരേഷ് ഗോപി അടുത്തൊക്കെ പോയിട്ട് ഈ വേണ്ടാത്ത ഇഷ്യൂ ഒക്കെ ഉണ്ടാകും. ഒരേ കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ AK ബാലൻ സുരേഷ് ഗോപിയെ പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കുക. ആ മനുഷ്യന് ഭ്രാന്താകും. അദ്ദേഹം എന്തെങ്കിലും പറയാം, ഉടനെ അത് വാർത്തയാക്കുക. ഇങ്ങനെ AK ബാലന് ഭ്രാന്താണെന്ന് സുരേഷ് ഗോപി. അതെ, അങ്ങനെ ഈ മനുഷ്യന് ദേഷ്യം വരുമ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ പറയും. അതൊന്നും വലിയ ഇതാക്കേണ്ട കാര്യമില്ല. പക്ഷേ BJPയെ എങ്ങനെയും ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഒരു അജണ്ട കേരളത്തിൽ ഒരുപാട് മാധ്യമങ്ങൾക്കുണ്ട്. അവരെ ബിലിറ്റിൽ ചെയ്യുക, അവരെ ഷെയിം ചെയ്യുക, അവരെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് ഏതെങ്കിലും വിധത്തിൽ അവരെ താറടിക്കുക, ഈ ഒരു പരിപാടി ചെയ്യുന്നു. അത് സമർത്ഥമായിട്ട് അവരത് പ്രതിരോധിക്കേണ്ടതാണ്. ഇനിയെങ്കിലും BJP സോഷ്യൽ മീഡിയയെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം BJPയുടെ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാനും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളൊക്കെ അറിയിക്കാനും അത്യധ്വാനം ചെയ്യണം. ഇപ്പോൾ പഴയ കാലമൊന്നും അല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ വെറുതെ വ്യക്തിപ്രഭാവം കൊണ്ടൊക്കെ ജയിച്ചു പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. R. ശങ്കർ, VK കൃഷ്ണമേനോൻ, ഇവരൊക്കെ ചുമ്മാ അങ്ങ് നിന്നാൽ മതി, ജയിച്ചങ്ങ് പോകും. അങ്ങനെയുള്ളൊരു സ്റ്റേച്ചറിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ലല്ലോ. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രവർത്തിക്കാതെ തന്നെ ചുമ്മാ പേര് വെച്ച് അങ്ങ് ജയിച്ചു പോയെന്ന് വരും. ആ ഒരു അവസ്ഥയ്ക്ക് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുവരെ BJPക്ക് ഈ ഹാർഡ് വർക്ക് അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല.